പളനിയിലേക്കിന്ന് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ച് ഗോവയ്ക്ക് നടത്തിയ യാത്രയിലാണ് ഞാൻ വേറൊരു കഥ അറിയുന്നത്. ഒരു 15 വയസ്സുകാരി പെൺകുട്ടിയുടെ കഥ. ചെറുപ്പത്തിലെ അമ്മ നഷ്ടപ്പെട്ട അവൾക്ക് എല്ലാം അച്ഛനായിരുന്നു. സഞ്ജനയുടെ അനുഭവം വിമലിൽ നിന്നും അവൾക്കുമുണ്ടായി. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിക്ക് താങ്ങാൻ പറ്റാത്തതായിരുന്നു അത്. പരീക്ഷാ ഹാളിൽ നിന്ന് മാനസിക നില തെറ്റി നിലവിളിച്ചു കൊണ്ടോടിയ ആ പെൺകുട്ടിയുടെ ചിത്രം മനസ്സിൽ നിന്ന് ഒരിക്കലും മായില്ലെന്ന ഗോവയിൽ അവൾ അധ്യാപകർ എന്നോട് പറഞ്ഞത്. കാരണം എല്ലാ ക്ലാസ്സിലും അവളായിരുന്നു അവരുടെ റാങ്ക് ഹോൾഡർ. ഓക്കേ, സമ്മതിച്ചു. പക്ഷേ ഇതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ പറയട്ടെ മാഡം, കൊല ചെയ്തത് ആരായാലും വിമൽ കൊല്ലപ്പെട്ട രാത്രി പരിഭ്രാന്തിയോടെ ഹൈവേയിലെത്തിയ അയാൾ ചരക്കിറക്കി മടങ്ങിയ ഒരു ലോറിയിൽ കയറി കോയമ്പത്തൂരിൽ ഇറങ്ങി. വൈകിട്ടത്തെ തമിഴ് പത്രത്തിലും പിറ്റേന്നത്തെ പാലക്കാട് എഡിച്ച മലയാള പത്രങ്ങളിലും വിമലിന്റെ മരണവാർത്ത കാണാതെ വിമൽ മരിച്ചിട്ടില്ല എന്ന് പരിഭ്രാന്തിയോടെ അയാൾ വിമലിനെ തേടി വിമൽ താമസിച്ചിരുന്ന ലോഡ്ജിൽ വീണ്ടും എത്തി. ആര്? ഞാൻ പറഞ്ഞ കഥയിലെ പെൺകുട്ടിയെ ജീവന് തുല്യം സ്നേഹിച്ച അവൾ സ്നേഹിച്ച ഒരാൾ. അയാളാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ. സഞ്ജനയ്ക്ക് അറിയാം അവളെ. ആ കുട്ടിയുടെ പേര് സുനൈന എന്നാണ്. സഞ്ജനയുടെ അച്ഛനും അമ്മയും ആ മോളെ ഒരുപാട് സ്നേഹിച്ചിരുന്നല്ലേ? പറ ഉസ്മാനെ, നിങ്ങളും സ്നേഹിച്ചിരുന്നില്ലേ സുനൈനെ? പഠിപ്പിച്ച് വലിയ ഡോക്ടറാക്കണമെന്ന് കരുതി വളർത്തിയ നിങ്ങളുടെ സ്വന്തം മകളെ നിഷേധിക്കാൻ ശ്രമിക്കണ്ട. കിരണിന്റെ നേർക്ക് കേസ് തിരിച്ചിടാൻ വേണ്ടി നിങ്ങൾ നന്ദിനി വർമ്മയെ കാണാൻ പോയ രാത്രി മുതൽ എന്റെ ഒരു കണ്ണ് ഉസ്മാന്റെ പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഉസ്മാനെ, അയാളെ അറിയുമോ നോക്കിയാൻ? ഇയാളാ 2 തവണയും വിമൽ അന്വേഷിച്ച് ലോഡ്ജിൽ വന്നത്. അയാളുടെ ലോറിയിൽ കയറിയാണ് കൃത്യം നടന്ന രാത്രി ഉസ്മാൻ കോയമ്പത്തൂർക്ക് പോയത്. കോയമ്പത്തൂർക്കോ? ഞാനെന്തിനു കോയമ്പത്തൂർക്ക് പോകണം? അതാണ് ആ ചോദ്യമാണ് ആദ്യം എന്നെ ഒന്ന് കുഴപ്പിച്ചത്. പക്ഷേ രാജിക്കത്തും പോക്കറ്റിലിട്ട് ഇന്നലെ രാത്രി തൃശൂർ കോയമ്പത്തൂർ റൂട്ടിലിട്ട് ഒരു പിടി പിടിച്ചപ്പോ ആ ചോദ്യത്തിനും ഉത്തരം കിട്ടി. സുനൈനൊപ്പം ഉള്ളത് കോയമ്പത്തൂരാ. കൃത്യമായി പറഞ്ഞാൽ സിറ്റി ബോർഡറിലുള്ള സെന്റ് മേരീസ് മെന്റൽ ഹോസ്പിറ്റലിൽ. വിമലിനെ വകവരുത്തിയ ശേഷം കോയമ്പത്തൂരിലെ ഹോസ്പിറ്റലിലെത്തിയ നിങ്ങൾ മകളോടുള്ള കടമ നിർവഹിച്ച സംതൃപ്തിയോടെ അവിടെ മധുരം വിതരണം ചെയ്തു. ഒരു പകൽ മുഴുവൻ മകളോടൊപ്പം ചെലവഴിച്ചു. അതിനും തെളിവുണ്ട് ഉസ്മാനിക്ക. ദാ നോക്ക്. മോളെ, ഡോക്ടറാകാൻ വേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ചു വളർന്ന എന്റെ കുഞ്ഞിന്റെ അവസ്ഥ കണ്ടോ സാറുമാരെ? അതെ, എന്റെ മോളെ ഇല്ലാതാക്കിയത് അവനാ, വിമൽ. ഞാൻ കാത്തിരിക്കുകയായിരുന്നു
അവൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ദിവസം ഒടുവിൽ പടച്ചോൻ കൊണ്ടേ നിർത്തി എന്റെ കൺമുന്നിൽ. എന്റെ മൂത്ത മോളായി തന്നെ ഞാൻ കരുതുന്ന ലീലയെ കൂടുതൽ കുഴപ്പത്തിലാക്കുന്നതിന് മുമ്പ് അവന്റെ കഥ കഴിക്കണം. പക്ഷേ അവനെ അന്വേഷിച്ച് ലോഡ്ജിലെത്തിയ ഞാൻ അറിഞ്ഞത് അവൻ അവിടുന്ന് നേരത്തെ പുറത്തുപോയി എന്ന വിവരമായിരുന്നു. ഞാൻ വേഗം ലീലയുടെ വീട്ടിലെത്തി, ആരും അറിയാതെ. കൊന്നു ഞാൻ. ഒരു ബാപ്പയും എന്നെ പോലെ ഇനി വേദനിക്കാതിരിക്കാൻ കൊന്നു ഞാൻ. മോളെ ബാപ്പ കൊന്നു. എന്റെ മോളെ ഇങ്ങനെ ആക്കിയോനെ ബാപ്പ കൊന്നു. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരായതുകൊണ്ട് നിങ്ങൾക്ക് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കാം മാഡം. ശിക്ഷ അറിയിക്കുന്ന ഈ കൊടും ക്രിമിനൽ കൂട്ടത്തിൽ ഈ പാവം ബാപ്പയെ ഇങ്ങനെ കൊണ്ടു നിർത്തേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഉസ്മാനിക്ക, മോളോർത്ത് ഉസ്മാനിക്ക വിഷമിക്കണ്ട. ഒരു കൂടപ്പറപ്പന്റെ സ്ഥാനത്ത് ഞാനുണ്ട് അവൾക്ക്. മിസ്റ്റർ സത്യനാഥൻ, നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിച്ചു. ഒടുവിൽ ആ ബ്ലാക്ക് മാജിക് നടന്നു. നിയമപരമായി ഉസ്മാനെ കസ്റ്റഡിയിലെടുക്കാൻ CBIക്ക് അധികാരമുള്ളൂ എങ്കിലും ഇത് നിങ്ങളുടെ വിജയമാണ്, കേരള പോലീസിന്റെ വിജയം. നിങ്ങളെപ്പോലുള്ള ഓഫീസേഴ്സ് ഈ സംസ്ഥാനത്തെ പോലീസ് ഫോഴ്സിന് തന്നെ മുതൽക്കൂട്ടാണ്. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് എ റോയൽ സല്യൂട്ട് ടു കേരള പോലീസ്.